ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെർച്ചന്റ് നേവി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് പ്രഗ്നൻ്റ് ആയവർക്ക് കുറച്ച് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ PVനെ കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിന്ന് പറയുന്നത്. ഓരോരാൾക്കും ഓരോ തരത്തിലായിരിക്കും PVയുടെ എക്സ്പീരിയൻസ് വരുന്നത്. അപ്പം PV എന്ന് പറഞ്ഞാൽ പെർ വെജൈനൽ എക്സാമിനേഷൻ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അറിയായിരിക്കുമല്ലോ, പ്രഗ്നൻ്റ് ആയവർക്ക് ഡെലിവറി എടുക്കാനാവുന്ന സമയത്ത് ഡ്യൂ ഡേറ്റ് എടുക്കാനാവുമ്പം നടത്തുന്ന ഒരു പ്രൊസീജിയറാണ് ഈ PV എന്ന് പറയുന്നത്. പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി എടുക്കാനാവുന്ന സമയത്ത് എല്ലാവരും അധികം കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും അവരുടെ ഗൈനിക്കിന് എടുക്കുന്ന PV ചെയ്യുന്ന കാര്യം. അപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത് അത് കുറച്ച് പേടിയോടെ തന്നെയാണ് അല്ലേ. PV എന്ന് പറയുന്ന ഒരു സംഭവത്തിനാ കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഡെലിവറി ആവാനായ സമയത്ത്, ഡെലിവറിയുടെ ഡ്യൂ ഡേറ്റ് ഒക്കെ എടുക്കാനായിരുന്ന സമയത്ത് എൻ്റെ അടുത്തും PVനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു, നല്ല പേടിയായിരുന്നു. PVനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരെ പോലെ തന്നെ എനിക്കും ഭയങ്കര പേടിയും ടെൻഷനും എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊന്നും ഈ ഒരു PVനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ നമ്മൾ നോർമലി ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഗൈനക്കോളജിസ്റ്റിനെ ഡോക്ടറെ കാണിക്കുന്നു, സ്കാനിങ് ഉള്ള ടൈമാണെങ്കിൽ സ്കാനിങ് ചെയ്യുന്നു. പിന്നെ ഡോക്ടർ നോർമലായിട്ട് നമ്മളെ വാവേൻ്റെ കാര്യങ്ങളിലൊക്കെ മോണിറ്റർ ചെയ്ത് നോക്കുന്നു. അങ്ങനെ വരുന്നു. അടുത്ത മാസത്തെ ചെക്കപ്പിൻ്റെ ടൈമിലൊക്കെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പം ഞാൻ അമ്മ, ഏട്ടൻ്റെ അമ്മ, എൻ്റെ അമ്മ അങ്ങനെ കൂടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാറൊക്കെ. അപ്പോൾ പിന്നെ ഏട്ടൻ ഒരു പ്രഗ്നൻസീൻ്റെ ഒരു 8 month ഒക്കെ ആയപ്പോഴാണ് നാട്ടിൽ വന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കൽ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്താണ് ഡോക്ടർ പറയുന്നത് സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നെക്സ്റ്റ് വീക്ക് വന്നിട്ടാകുമ്പോൾ, അപ്പോൾ നമുക്കൊരു ഡെലിവറി അടുപ്പിക്കുന്ന സമയമാകുമ്പം ഒരു 1 week വെച്ചിട്ട് ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷൻ പോകണം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത വീക്ക് ആകുമ്പോൾ നമുക്കൊന്ന് PV ചെക്ക് ചെയ്ത് നോക്കാം, ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഡേറ്റ് പറയാമെന്ന്. ശരിക്കും PV എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളി ഫുള്ളങ്ങ് പോയി. പിന്നെ ഞാൻ ഫുള്ളൊരുമാതിരി തരിച്ച അവസ്ഥയിലാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്ത് വന്നത്. PV ചെയ്യാനാ അനക്കാ, അതും അടുത്ത ആഴ്ചയാ. സാധാരണ ഓരോ തവണ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും ഞാൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ വെയിറ്റിംഗ് ആയിരിക്കും. അടുത്ത പ്രാവശ്യം പോയിട്ട് വാവ എങ്ങനെ ഉണ്ടാവുക അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും. തലേന്നൊക്കെ എനിക്ക് കിടന്ന് ഉറക്കം വരില്ല, പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായി. അടുത്ത ആഴ്ച അതൊരു ചൊവ്വാഴ്ച പോകേണ്ടതാണ്. അപ്പം ഭയങ്കര ടെൻഷനായിട്ട് എനിക്ക് അയ്യോ അടുത്ത ആഴ്ച പോകണല്ലോ എന്നുള്ളൊരു അവസ്ഥയിൽ ചിന്തിക്കാൻ തുടങ്ങിയാണേ. എൻ്റെ പഠനത്തിന് സമാധാനിക്ക് ഇനി ഒരാഴ്ച ഉണ്ടല്ലോ. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പോൾ അയ്യോ ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ PV ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പം വീട്ടിൽ വന്നതും എല്ലാവരെയും പോലെ തന്നെ ഞാനും ഗൂഗിൾ എടുത്ത് നോക്കാൻ തുടങ്ങി, യൂട്യൂബിൽ നോക്കാൻ തുടങ്ങി. ഓരോരോ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ PVനെ കുറിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി, എങ്ങനെ നമ്മൾ PV ചെയ്യുമ്പോൾ നിൽക്കണം. തിരിച്ച് വീട്ടിലെത്തിയതും എല്ലാവരെയും പോലെ തന്നെ ഇപ്പോഴത്തെ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ, ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിക്കൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും, ഇല്ലെങ്കിൽ ഗൂഗിൾ യൂട്യൂബിൽ നോക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ. ഞാനും അതുപോലെ തന്നെ വീട്ടിൽ വന്ന ഉടനെ തന്നെ 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ അവർ മെസ്സേജ് റിപ്ലൈ തരുന്ന സമയമുണ്ടല്ലോ, ആ ടൈം കൊണ്ട് പെട്ടെന്ന് ഗൂഗിൾ ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ളത് യൂട്യൂബാണ്. യൂട്യൂബിൽ കുറച്ച് ഡോക്ടേഴ്സിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതിലൊക്കെ പറയുന്നത് PV എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ്സായിട്ടിരിക്കാൻ പാടില്ല. മെയിനായിട്ട് ഈ PV ചെയ്യുന്നത് എൻ്റെ ഒരു അറിവാണ് ഞാൻ പറയുന്നത്, നമ്മളെ വെജൈന സെർവിക്സ് ഓപ്പൺ ആവുന്നുണ്ടോ, യൂട്രസ് അങ്ങനെയാണെന്ന് തോന്നുന്നേ. തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് നമ്മളെ വെജൈന, നമ്മുടെ യൂട്രസ് ഈ ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഓക്കെ ആണോ, നോർമൽ ഡെലിവറി നടക്കാൻ ചാൻസ് ഉണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് എടുക്കാറായോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നും ഡോക്ടേഴ്സ് PV ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ ഈ വീഡിയോസ് കണ്ട സമയത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായത് നിങ്ങൾ സ്ട്രെസ് ആവാതെ PV ചെയ്യാൻ നിൽക്കണം. നമ്മളങ്ങനെ ഒരു നമ്മൾ എത്രത്തോളം ബലം പിടിച്ചിരിക്കുന്നു അത്രത്തോളം നമുക്കതൊരു ഡിസ്കംഫേർട്ട് ആവുമെന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം നമ്മൾ PV ഇങ്ങനെ കിടന്നിട്ട് കാല് രണ്ടും ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നമ്മൾ വെജൈന വഴി ഡോക്ടർ ഹാൻഡ് ഇട്ടിട്ട് പരിശോധിക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ച എൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അവർ പറഞ്ഞു അവർക്കൊരു വേദന എന്നല്ല, ചില ആൾക്കാർ പറഞ്ഞു നല്ല പെയിൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെ വേദന തോന്നിയിട്ടില്ല, ഒരു ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിരുന്നു, നമ്മൾ അറിയാതെ കാലെല്ലാം പടച്ചു, അപ്പോൾ നമുക്കത് കൂടുതൽ വേദന ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു. വീഡിയോ കണ്ട സമയത്ത് കുറച്ച് പ്രഗ്നൻസി സ്റ്റോറി, ഡെലിവറി സ്റ്റോറി എല്ലാം കാണുന്ന സമയത്ത് അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ PV ചെയ്ത് അന്ന് തന്നെ
ബ്ലീഡിങ് വന്നിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. അത് നോർമലാണ്. ചില ആൾക്കാർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വീക്സൊക്കെ പിന്നെയും ചിലപ്പം ഡെലിവറി നീളാം, ഡെലിവറിക്ക് ആവാൻ പിന്നെയും കുറച്ച് ദിവസങ്ങളെടുക്കും. ചില ആൾക്കാർക്ക് PV ചെയ്ത് വന്ന അന്ന് തന്നെ ചിലപ്പം നൈറ്റ് ആകുമ്പോഴേക്ക് ബ്ലീഡിങ് ഒക്കെ അധികമായിട്ട് അല്ലെങ്കിൽ പെയിനൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി നടന്നിട്ടുണ്ട് എന്നൊക്കെ. അതൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് നല്ലോണം ടെൻഷനായിപ്പോയി. കാരണം അന്ന് അടുത്ത ആഴ്ച ഇനിയിപ്പോൾ PV ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് എനിക്ക് പെയിന് അധികമാവുമോ, അന്ന് തന്നെ ഡെലിവറി നടക്കുമോ, അങ്ങനെയുള്ളതൊക്കെ ഒരു ഡൗട്ടായി. എന്നിട്ട് അപ്പോൾ ഈ ഡൗട്ടും കൊണ്ടല്ലേ നിൽക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ വിചാരിച്ചാണ് നമ്മൾക്ക് ടെൻഷൻ ആവാണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ ദിവസങ്ങൾ പോയി PV ചെയ്യേണ്ട ദിവസത്തിൻ്റെ തലേന്നെത്തി. അന്നല്ലേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഏട്ടൻ ഇങ്ങനെ കളിയാക്കും, നീ എന്നിങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ആ ഒരു പേടി എന്തായാലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്കല്ലല്ലോ, എനക്കല്ലേ PV ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ടൈം അമ്മേൻ്റെ വീട്ടിലുണ്ടായതേ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ടേക്ക് പിറ്റേ ദിവസം PVക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മളവിടെ എത്താൻ ലേറ്റായി, ഒരു മണിയൊക്കെ ആയി എത്താൻ വേണ്ടിയിട്ട്. സാധാരണ 10, 10:30, 11 മണിക്കൊക്കെയാണ് എത്താറാവ്. ഞാൻ പറഞ്ഞ ഡോക്ടർ ചിലപ്പം പോയിട്ടുണ്ടാവും അല്ലേ, നമ്മളങ്ങനെ ലേറ്റായിട്ട് ഇന്നേ വരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈം ഇത്ര ലേറ്റായിട്ട് 1 മണിയാവുന്ന എത്താൻ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഡോക്ടർ എന്തായാലും പോയിട്ടുണ്ടാവും അല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ നാളെയോ മറ്റന്നാളോ വരാം, അപ്പം എന്തിനാ ഇത്ര തിരക്കിട്ടിട്ട് അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ നമുക്ക് ഉണ്ടോ നോക്കാമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് നാളെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മടി പിടിച്ചുകൊണ്ട് ആ ദിവസം ഞാൻ അങ്ങോട്ട് പോയത്. മടിയിൽ കൂടുതൽ ടെൻഷൻ. അവിടെ എത്തി നോക്കുമ്പോഴേക്ക് പേഷ്യൻസ് ആരുമില്ല. 1 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എത്തിയതുകൊണ്ട് ആരും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ എന്നാൽ ഡോക്ടറും ഉണ്ടാവില്ല, അമ്മ നമുക്ക് തിരിച്ചു പോവാം. പിന്നെ അവിടെ എത്തി നോക്കുമ്പോൾ ഡോക്ടറുണ്ട്. അങ്ങനെ അകത്തേക്ക് വരാൻ പറഞ്ഞു. BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പം ഞാനൊന്നും അങ്ങോട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇന്ന് PV ചെയ്യേണ്ട ദിവസമാണെന്നോ PV ചെയ്യാൻ പറയണമെന്ന് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് മറന്നു പോയിക്കോട്ടെ, പിന്നെ എപ്പോഴാണ് ഓർമ്മ വരുന്ന ആ ദിവസം വന്നാൽ ചെയ്താൽ മതിയല്ലോ. ഒന്ന് സൈലൻ്റായിട്ട് നിന്നു. ഞാൻ ഏട്ടൻ്റെ അടുത്തും പറഞ്ഞു ഒന്ന് അങ്ങോട്ട് കയറി ഡോക്ടറെ അടുത്ത് പറയരുത്. അപ്പോൾ ഡോക്ടറെല്ലാം നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഡ്യൂ ഡേറ്റ് ഇങ്ങനെ ഇത്രയാണല്ലേ എന്നെല്ലാം പറഞ്ഞ എൻ്റെ അടുത്താണ്. ഇന്നാ നമുക്ക് ജസ്റ്റ് ഒന്ന് PV ചെയ്ത് നോക്കാമെന്ന്. അയ്യോ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിങ്ങനെ ഫുള്ള് ടെൻഷൻ അടിച്ചെന്ന്, ഡോക്ടർ മറക്കുന്നില്ലല്ലോ, വേദനയാവോ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ടെൻഷൻ അതായിരുന്നു, പെയിന്. അപ്പം അത് ശരി, ഈ ഒരു PV ചെയ്യുന്ന പെയിന് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ നോർമൽ ഡെലിവറി എല്ലാം ആണെങ്കിൽ എന്താ ചെയ്യാന്നുള്ളത് എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ ഒരു PVക്ക് നീ പേടിക്കുന്നതാണെങ്കിൽ നോർമൽ ഡെലിവറിയിൽ നമുക്കറിയില്ലല്ലോ അപ്പോൾ എന്ത് ഡെലിവറിയാ, നോർമലാണോ C-സെക്ഷൻ ആണോ എന്നുള്ളത്. അപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ നീ എങ്ങനെയാ പെയിന് സഹിക്കുക എന്നെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കി പിന്നെ ഞാൻ ആ റൂമിൽ കയറി, ഞാൻ പറഞ്ഞില്ല PV ചെയ്യാന്നെല്ലാം പറഞ്ഞ സമയം ഞാൻ മനസ്സിൽ ആ ഒരു ടൈം എനിക്ക് ഇതൊക്കെ ചിന്ത വന്നു. അപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വേദന ഉണ്ടാവില്ലേ, അതിപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ നടക്കൂലേ, അങ്ങനെയെല്ലാം ചിന്തിച്ച് ഞാൻ കുറച്ചൊന്ന് മൈൻഡ് സെറ്റാക്കി വെച്ചു. ഡോക്ടർ ആ ഒരു ഗ്ലൗസെല്ലാം ഇടുന്ന സമയം കൊണ്ട് അപ്പം എൻ്റെ അടുത്ത് കൂടെ നിന്ന നേഴ്സ് പറഞ്ഞു കിടന്നു, അവിടെ കിടക്കാൻ പറഞ്ഞു. കിടന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ മലർന്ന് കിടന്നിട്ട് കാല് രണ്ടും ഇങ്ങനെ പൊക്കി കാലിങ്ങനെ കുത്തി വിടർത്തി വെച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. നമ്മൾ ഡെലിവറിക്കൊക്കെ കിടക്കുന്നത് പോലെ തന്നെ അതുപോലെ കിടക്കാൻ പറഞ്ഞു. ഡോക്ടർ ഗ്ലൗസ് ഇട്ടു. ആ ഒരു സമയം കൊണ്ടല്ല ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ചിലപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇതിലും പെയിൻ ഉണ്ടാവില്ലേ, സഹിക്കണ്ടില്ലേ, അപ്പോൾ സഹിച്ചേ പറ്റൂ, ഇപ്പോഴേ സഹിച്ച് പഠിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഗ്ലൗസ് ഇട്ടു. എന്തോ ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു, അത് കയ്യിലാക്കി PV ചെയ്തു. PV ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഒരു പെയിനോ കാര്യം തോന്നില്ല. എന്തോ ഒരു കംഫേർട്ട് ഇല്ലാത്ത പോലെ, പെട്ടെന്നൊരു പുറത്തുനിന്നൊരു എന്തോ ഒരു സാധനം നമുക്ക് ഇതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ആ ഒരു ഡിസ്കംഫേർട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പെയിനേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് അപ്പോൾ ഇങ്ങനെ നോക്കിക്കുന്ന കഴിഞ്ഞാന്നുള്ള രീതിയിൽ. അപ്പോൾ ഡോക്ടർ PV ഒക്കെ ചെയ്തിട്ട് ഡേറ്റ് പറഞ്ഞു. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഞാനൊരു ഡെലിവറി സ്റ്റോറി ചെയ്യുമ്പോൾ അതിൽ പറയാട്ടോ. അപ്പോൾ ഇന്ന ഡേറ്റിന് വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിൽ ഡെലിവറി ഉണ്ടാകും, അപ്പോൾ ഈ ദിവസം വന്ന് അഡ്മിറ്റ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് നമ്മളുണ്ടല്ലേ അതടുത്ത് പോയില്ലേ ദിവസവും, പെട്ടെന്നാ അങ്ങനെയുള്ള ചിന്തയിലായി രണ്ടാളും. അപ്പം പിന്നെ നോർമലായിട്ട് നമ്മൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു, കാരണം പുറത്ത് പേഷ്യൻസും ഇല്ല, അപ്പോൾ നമുക്ക് ടൈമും ഉണ്ട്, എത്ര വേണേലും ടൈമും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ നേരെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് പെട്ടെന്ന് എടുത്ത് വെച്ചാൽ എനിക്കെന്താ വേദനയൊന്നും ഉണ്ടായിട്ടില്ല, PV ചെയ്തിട്ടില്ലേ ശരിക്കും, കാരണം നിൻ്റെ സൗണ്ടൊന്നും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കൂക്കി വിളിച്ച് നിലവിളിക്കേണ്ടതാണല്ലോ, നീ എന്താ കരയൊന്നും ചെയ്യുന്നത്, PV ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ PV-ലും ചെയ്തില്ലേ, പക്ഷെ അങ്ങനെ എനിക്ക് വേദനയൊന്നും തോന്നിയിട്ടില്ല, ജസ്റ്റ് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നിയെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
പിന്നെ എടുത്ത് എൻ്റെ ഡൗട്ട് ഈ ഒരു ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല PV ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്ലഡ് വരുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ അതൊന്നും ചിന്തിക്കണ്ട, വരുന്നാണെങ്കിൽ നോർമലാണെന്ന് പറഞ്ഞിട്ടില്ലേ, ഇനിയിപ്പോൾ അധികം പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് വന്നിട്ട് നോക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് അനുശ്രീ അവള് കോൾ ഉണ്ടായിരുന്നു വിളിച്ചിട്ട്. അപ്പം പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുണ്ട് PV എന്തുണ്ട് എപ്പോഴാണ് ഡേറ്റ് പറഞ്ഞതെല്ലാം അറിയാം. അപ്പം ഞാൻ പറഞ്ഞു PV അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് വേദനയൊന്നും തോന്നിയിട്ടില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടില്ല, അങ്ങനെ ഒരു ചെറിയൊരു അസ്വസ്ഥത പോലെ തോന്നിയിട്ടില്ല, അങ്ങനെ വേദന കരയോ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതെ അപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ, ഡേറ്റ് എപ്പോഴും പറഞ്ഞപ്പോൾ ഇന്ന ഡേറ്റിനാണ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു PVയുടെ എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല, നല്ലോണം പെയിന് വരുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ PV ആയിട്ടുള്ള ബ്ലഡ് വരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയപാട് ഫസ്റ്റ് നോക്കിയത് ബാത്റൂമിൽ പോയിട്ട് ബ്ലഡ് എങ്ങാനും വന്നിനോ എന്ന്. പക്ഷെ എനിക്ക് പിന്നെ ഡെലിവറീൻ്റെ ആ ഒരു ടൈം വരെ PV ചെയ്തതിനെ കൊണ്ടുള്ളൊരു ബ്ലഡ് അങ്ങനെ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഓരോരാൾക്കും ഈ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ് മാറ്റാണ്. നമ്മളിപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ മറ്റൊരാൾക്ക് വരണമെന്നില്ല, പലർക്കും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് വരുന്നത്, ഓരോ കാര്യങ്ങളാണ്, എല്ലാവരെയും ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ വീഡിയോയിൽ കണ്ടതിലെല്ലാം ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു, ഡെലിവറി പെട്ടെന്ന് നടന്നിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞു. എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറഞ്ഞാൽ അവരുടെ കേസിൽ ശരിയാണ്, പക്ഷെ അത് മറ്റുള്ളവർക്ക് വെച്ച് നോക്കുമ്പോൾ അത് അത്രത്തോളം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ PV ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് അടുത്ത് നിൽക്കുന്നവർ, ചിലവർക്ക് ഇപ്പം ഈ വീഡിയോ കാണുന്ന ചിലവർക്ക് ഇപ്പം നാളെയോ മറ്റന്നാളോ അടുത്താഴ്ചയിലായിട്ട് PV പറഞ്ഞവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ ഒരിക്കലും പേടിക്കരുത്. ഞാൻ പേടിച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചത്. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇതിലും പെയിന് വരൂലേ, ഇതിനേക്കാളും വലിയ സംഭവം നടക്കൂലേ എന്ന് ചിന്തിച്ചപ്പം ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആയി. അപ്പം നിങ്ങൾ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ട് നിൽക്കും. എനിക്ക് തോന്നുന്നു ഞാൻ സ്ട്രെസ്സൊന്നുമില്ല. അതുപോലെ നമ്മൾ പറയുന്നത് കേട്ടോ, നമ്മൾ ഈ കിടന്നിട്ട് ഈ നമ്മുടെ തൊടയിലേക്ക് നമ്മൾ കാല് രണ്ടും ഇങ്ങനെ കുത്തി വെച്ചിട്ടല്ലേ ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ. അപ്പം നമ്മുടെ പ്രഷർ ഡോക്ടർ ഈ ഒരു PV ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലിങ്ങനെ ബലം പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെജൈനയുടെ അടുത്തുള്ള മസിൽസ് ഭയങ്കര ടൈറ്റ് ആകും. നമുക്ക് ഡോക്ടർ PV ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദനയായിരിക്കും. ഞാൻ ആക്ച്വലി ലൂസായിട്ടാണ് അയഞ്ഞിട്ടാണ് കിടന്നിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സ്ട്രെസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കൂളായിട്ട് കിടക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോർമലായിട്ട് കാലിലേക്ക് പ്രഷർ കൊടുക്കാതെ നിങ്ങൾ അവിടെ കിടന്നു നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് PV വേദന ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണല്ലോ. അപ്പം ഇപ്പോൾ അടുത്ത് PV ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ആ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് കാലെല്ലാം ലൂസാക്കിയിട്ട് മൈൻഡ് റിലാക്സ് ആയിട്ട് ഒന്ന് കിടന്നു നോക്കൂ. അപ്പോൾ PVയിൽ വേദന ഉണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല, PVനെ കുറിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് വന്നേ. കുറേ ആളങ്ങനെ പറയുന്നുണ്ടപ്പോൾ എനിക്കും പറയണം തോന്നി, അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.